ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസം ഞാനൊരു രാവിലെ 11 മണി ഒക്കെ ആകുമ്പോഴാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ താഴത്ത് അടുക്കളയിലുള്ള ഫുഡ് ഉണ്ടാക്കലും പിന്നെ വീടടിച്ച് വാരി തുടയ്ക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മേലെ വന്നിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് അലക്കിയ ക്ലോത്ത്സ് മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. അപ്പോൾ ഷോളൊക്കെ ഇതുപോലെ ഞാൻ റോൾ ചെയ്ത് വെക്കുക കേട്ടോ ചെയ്യുക. അത് മടക്കി വെക്കുന്നതിനേക്കാളും എനിക്കൊന്നുകൂടി ചുളിയാതെ അധികം ചുളിവൊന്നും വീഴാതെ നിൽക്കാൻ ഇങ്ങനെ റോൾ ചെയ്ത് വെക്കുന്നതാണ് എനിക്കൊന്നുകൂടി യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അലക്കിയ ക്ലോത്ത്സൊക്കെ നല്ല നീറ്റായിട്ട് മടക്കി അലമാരയിൽ എടുത്ത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ബാഗ് അൺബോക്സ് ചെയ്യാനുണ്ട്. അൺബോക്സ് അല്ല, ഞാൻ കരിന്തുരുത്തിയിലേക്ക് പോകുമ്പോൾ എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസൊക്കെ ഒരു വലിയ ബ്ലാക്ക് ബാഗുണ്ട്, അതിലിട്ടിട്ടാണ് കൊണ്ടുപോകൽ. കാരണം അവിടെ നിന്ന് വലിയ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണം എന്നുള്ള ഭയങ്കര എക്സ്പെക്റ്റേഷനിലൊക്കെ ആയിരിക്കും പോവുക. പക്ഷേ വിചാരിച്ച മാതിരി ഒന്നും ഷൂട്ട് ചെയ്യലില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ആ കൊണ്ടുപോയതൊക്കെ തിരിച്ച് കൊണ്ടുവരലും ഒരു ടാസ്ക് തന്നെയാണ്. അങ്ങനെ ഞാൻ ലാസ്റ്റ് കരിന്തുരുത്തി പോയി തിരിച്ച് വരുമ്പോൾ ആ ബാഗ് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ മെനിയാന്ന് പോയിട്ട് ഇക്കൻ്റെ കൂടെ പോയിട്ട് ആ ബാഗ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അലമാരയിൽ തിരിച്ചെടുത്ത് വെക്കാനുണ്ട്. അങ്ങനെ ആദ്യം തന്നെ റെസിൻ്റെ ബോട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് ചിന്തി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ബാഗിൽ കുറച്ച് അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ബാങ്കിലെ പാസ്ബുക്ക് ഉണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെയോ കുറേ പേപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരുപാട് എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ്, എൻ്റെ റെസിൻ ആർട്ടിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് പ്രിൻ്റഡ് ടേപ്സും റിങ്സും, പിന്നെ അത് എൻ്റെ ഒരു ഓർണമെൻറ്റ് ബോക്സാണ് കേട്ടോ. കുറച്ച് മാത്രം ഓർണമെൻറ്റ് കളക്ഷൻ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പം അത് ഒക്കെ ഒരു ചെറിയൊരു ബോക്സിൽ ഇങ്ങനെ ടിഷ്യൂവിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് വീണ്ടും കുറച്ച് റെസിൻ മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ ഒരുപാടധികം പേപ്പർ, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള പേപ്പേഴ്സൊക്കെ ഞാൻ ഇതുപോലെ 2-3 ഫയലിലാക്കി, 2-3 അല്ല, ഒരു 4-5 ഫയലുണ്ടാവും, ആക്കിയിട്ട് എടുത്ത് വെക്കണം. അതിൽ ഈ ബാഗിലുള്ളത് ഒരു 2-3 എണ്ണേ ഉള്ളൂ. അങ്ങനത്തെ 2 ബാഗിൽ ഇങ്ങനത്തെ പേപ്പേഴ്സ് മാത്രമാണ്. ഇപ്പം എടുത്ത് വെച്ച ബാഗിൽ ഫുള്ള് ഇങ്ങനെ കട്ട് ചെയ്ത പേപ്പേഴ്സൊക്കെയാണ്. ഇതിൽ പിന്നെ ഫോം ഷീറ്റ്, കളർ പേപ്പേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അങ്ങനെ അതൊക്കെ 2 ഫയലിലായിട്ടുണ്ട്. പിന്നെ ഒരു ഫയലിൽ ഫുള്ള് സ്റ്റിക്കേഴ്സാണ്. ഇത് മൊത്തം പലപ്പോഴായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. അങ്ങനെ ഓരോന്ന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഫയലിലാക്കി വെച്ചിരിക്കണം. അതാകുമ്പോൾ എനിക്ക് എന്തെങ്കിലും തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ കുറച്ചുകൂടി സിമ്പിളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ ഒരു ഷെൽഫ് മേടിക്കണം എന്നുണ്ട്, പക്ഷേ അതിനുള്ള ടൈം ആയിട്ടില്ല. ഇൻഷാ അല്ലാഹ് സൂൺ ഐ വിൽ. പിന്നെ ഒരു ചെറിയൊരു കുഞ്ഞ് ജേർണലിംഗ് ബുക്ക് ഉണ്ട്. ഇത് ഞാൻ ഒരുപാട് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുക. പിന്നെ കുറച്ച് റാപ്പിംഗ് ഷീറ്റ്സ് ഉണ്ട്. പിന്നെന്താ, ഇത് കുറേ കാലമായിട്ട് ഞാൻ കളക്ട് ചെയ്ത് വെച്ചൊരു സംഭവം കേട്ടോ. അത് ഞാൻ എനിക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം, അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു. പിന്നെ ബേബിൻ്റെ ക്രയോൺസ്, പിന്നെ ഒരു പെയർ ഷോക്സ് ഉണ്ട്. ഇതെല്ലാം കൂടി എന്തിനാണ് ഞാൻ കരുവന്തുരുത്തിക്ക് അന്ന് പോകുമ്പോൾ കൊണ്ടുപോയത് എന്നുള്ളത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്, അതേപോലെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ തിരക്കിട്ട് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ. കാരണം അത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിച്ചിട്ട് എനിക്കൊന്ന് ചേളാരി പോകാനുണ്ട്. ചേളാരിയിൽ നിന്ന് കുറച്ച് പ്രിൻ്റ് എടുക്കാനും പിന്നെ കുറച്ച് സംഭവങ്ങൾ പർച്ചേസ് ചെയ്യാനും അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അങ്ങനെ ഞാൻ അടുത്ത വീഡിയോസ് പിന്നെ ഷൂട്ട് ചെയ്യുന്നത് ചേളാരിയിൽ പോയി വന്നിട്ടാണ് കേട്ടോ. ഇത് ഞാൻ ചേളാരി പോകുമ്പോഴൊക്കെ ഇങ്ങനെ ജസ്റ്റ് അടുത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നൊരു ബാഗാണ് കേട്ടോ. ഇത് ഞാൻ SM സ്ട്രീറ്റിൽ നിന്നിട്ട് മേടിച്ചിട്ടുള്ളൊരു ബാഗാണ്. അങ്ങനെ സാധനം മേടിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ സംഭവങ്ങളെ മേടിക്കാനുള്ളൂ. മെയിനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കുറച്ചധികം നെയിം സ്ലിപ്സ് പ്രിൻ്റ് ഔട്ട് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു 4-5 ഷീറ്റൊക്കെ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ. അങ്ങനെ അത് പ്രിൻ്റ് ഔട്ട് എടുത്തു. പിന്നെ അവിടെ അടുത്തുള്ള GDS പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചു. മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പേസ്റ്റ്, പിന്നെ ഒരു ഹെയർ ഓയിൽ, പിന്നെ വാഷിംഗ് സോപ്പ്, സ്ക്രബ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മേടിച്ചു. പിന്നെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ആയിട്ട് ഈ ഒരു വൈറ്റ് ടാപ്പ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് 50 രൂപയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ വൈറ്റ്നർ യൂസ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഒന്നുകൂടി സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാനൊക്കെ. വൈറ്റ്നർ ആകുമ്പോൾ നമ്മൾ വൈറ്റ്നർ യൂസ് ചെയ്ത് മായ്ക്കാനും കേട്ടോ, ഇറേസ് ചെയ്യുന്ന കാര്യത്തിൽ വൈറ്റ്നർ ആകുമ്പോൾ അത് ഡ്രൈ ആവാനൊക്കെ വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഞാനൊന്ന് ചെയ്യാം. പിന്നെ ഇത് കളേർഡ് ജ്യൂട്ട്സാണ് കേട്ടോ. അതൊരു യെല്ലോ ഷെയ്ഡും പിന്നെ ഒരു ബ്ലാക്കും ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലൂ സ്റ്റിക്ക്, ഞാൻ ഒരു ഗ്ലൂ സ്റ്റിക്ക് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് പഴക്കമുള്ളതാണ്, അപ്പോൾ അതൊന്ന് പുതിയത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബോക്സ് സ്ട്രാപ്ലറിൻ്റെ പിന്ന് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇൻസുലേഷൻ ടേപ്പ്. ഇത്രയും സംഭവങ്ങളാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു കളിക്കുടുക്കയും പിന്നെ ഒരു മാജിക് പോട്ടും ആദ്മോൻക്കും ഹിലു ബേബിക്കും വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ബുക്കൊക്കെ എനിക്ക് മേടിച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
അവർക്കും അതിലിങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ അങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തൊക്കെ പോയി വന്നതല്ലേ, അപ്പോൾ ഒന്ന് ഫേസ് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ ഓർഗാനിക് ഹാർവെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ ഫേസ് വാഷാണ്, വൈറ്റമിൻ സി ഗ്ലോ ഫേസ് വാഷോ എന്നെന്താണ് അതിൻ്റെ ഇത് വരുന്നത്. അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടൊന്ന് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാണ്. ഈ പുറത്തൊക്കെ പോയി വന്നാൽ ഫേസ് വാഷ് ഇട്ട് നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്താൽ ഭയങ്കര ഒരു ഫ്രഷ് ഫീലാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മാമാഅർത്തിൻ്റെ ഒരു വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് ക്രീം അങ്ങനെ എന്തോ പറഞ്ഞിട്ടോ ഒരു ഫേസ് ക്രീമാണ്. അത് ജസ്റ്റ് ഫേസ് മൊത്തത്തിലൊരു ഡ്രൈ ഫീൽ വരണ്ടെന്ന് വിചാരിച്ചിട്ട്, നല്ല ചൂടൊക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ അത് കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പിന്നോണ്ട് ചെറിയ ഹോൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ അത് അങ്ങനെ വരുന്നത്, ക്രീമിൻ്റെ രൂപത്തിലല്ലാണ്ട് വരുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഫേസിൽ നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ മേടിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് എനിക്ക് അർജൻറ്റായിട്ട് കൊടുക്കാനുള്ള ഒരു സെറ്റ് നെയിം സ്ലിപ്പ് കട്ട് ചെയ്യാനുണ്ട്. അത് 15 എണ്ണത്തിൻ്റെ ഓർഡറാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അത് അവരെപ്പോഴാണ് എടുക്കാൻ വരിക എന്ന് അറിയില്ല. അത് എൻ്റെ ഒരു റിലേറ്റീവ് തന്നെയാണ്. അപ്പം ഇക്കൻ്റെ കയ്യിൽ ഓരോരു ഹെഡ്സെറ്റ് ഇട്ട് റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഓരെന്നെ എടുത്തോളാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഓര് വരുന്നതിൻ്റെ മുന്നേ അത് കട്ട് ചെയ്ത് ബോക്സൊക്കെ ആക്കി സെറ്റ് ചെയ്ത് വെച്ചാൽ എടുത്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇന്ന് പ്രിൻ്റ് എടുത്തതല്ലേ, അപ്പോൾ ഇന്ന് തന്നെ അർജൻറ്റായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നത് അതുകൊണ്ടാണ്. ഞങ്ങൾ ചേളാരിയൊക്കെ പോയി വന്നപ്പോഴത്തേനും ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോൻ്റെ ക്ലാരിറ്റി ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വേസ്റ്റൊക്കെ അപ്പം തന്നെ എടുത്ത് കളയാണ്. അത് പിന്നത്തേക്ക് വെച്ചാൽ അതങ്ങനെ അവിടെ കിടക്കും, എനിക്ക് തന്നെ മടിയാവും എടുത്ത് കളയാൻ. അപ്പോൾ അത് അപ്പോഴേക്കപ്പം അങ്ങോട്ട് എടുത്ത് കളഞ്ഞാൽ പിന്നെ അതൊരു ബേർഡനായിട്ട് വരുമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് അത് കൊടുക്കാനുള്ള ബോക്സും ഞാൻ അപ്പം തന്നെ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്താലും ഇനി ഉണങ്ങാനൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഏതായാലും ഇന്ന് സ്റ്റിക്ക് ചെയ്യുന്നവരെ ചെയ്യുന്നുള്ളൂ. കാരണം ഒന്നാമത് ടൈം ലേറ്റായി, പിന്നെ വീഡിയോസ് എടുക്കാനും എനിക്ക് ലൈറ്റ് തീരെ ഇല്ല. അപ്പം മഗ്‌രിബ് കൊടുക്കാനായിട്ടുണ്ട്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കലൊന്നും ചെയ്യാറില്ല കേട്ടോ. ക്രാഫ്റ്റ് വർക്ക് തന്നെ ചെയ്യൽ കുറവാണ്. ഒന്നുകിൽ ഹിലുബേബിൻ്റെ അതുമോൻ്റെ ഒക്കെ കൂടെ ഇരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാനോ പ്ലാൻ ചെയ്യാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതും അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യും. വായനാശീലം വളരെ കുറവുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. എന്നാലും വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ എടുത്ത് വായിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പിന്നെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് ഫോളോ ചെയ്യുക.